നമ്മൾ പ്രതീക്ഷിക്കില്ല. ഫസ്റ്റ് ഒക്കെ ബോറടി ആയിരുന്നു, പെരുമഴയായിരുന്നു. ഭയങ്കര കോമഡി എന്ന് വിചാരിച്ച് ചെല്ലരുത്. ഫസ്റ്റ് ഹാഫിന്റെ എത്രയോ ഇരട്ടിയാണ് സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും കാര്യങ്ങളും. ഒരു സീന് പോലും തിയേറ്ററിലിരുന്ന ഒരാൾക്കും ആ അവസാനം അങ്ങനെ ഒരു എൻഡിങ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു തിയേറ്ററിൽ പിടിച്ചിരുത്തും. എൻ്റെ പൊന്നെ, ഇടയ്ക്ക് എന്തിനു പറ്റും, ഇനി എന്ത് സംഭവിക്കും അവസാനമായപ്പോൾ എല്ലാം കൂടെ വന്ന് അടിപൊളി പടം. ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പ്, കൺഫേം. കൊള്ളാം ബ്രോ, നല്ല മൂവി. കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. പടം നല്ല പടമാണ്. ഡീസന്റ് ത്രില്ലർ ആ ഒരു രീതിക്ക് നമുക്ക് കാണാമെന്നുള്ളൂ. ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം, പ്രതീക്ഷിക്കാത്ത കോമഡി. അങ്ങനെ കോമഡിയൊന്നും ഇല്ല, നല്ല കണ്ടോണ്ടിരിക്കും. നല്ല സൂപ്പർ പടം, അടിപൊളി ഡയറക്ഷൻ, പെർഫെക്റ്റ് ക്ലൈമാക്സ്. അടിപൊളി ക്ലൈമാക്സ്, ഒന്നും പറയാനില്ല. കൊള്ളാം, ഒരു വൺ ടൈം വാച്ച്. നസ്രിയ ഓൾ ടൈം ഉള്ള പോലെയുള്ള അഭിനയം തന്നെയാണ്. കോമഡി ഉണ്ട്, ത്രില്ലിങ് ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റത്തെ കുറച്ച് നേരം എൻഗേജിങ് ആണ്. അത്രേ ഉള്ളൂ. കൊള്ളാം. പടം നമ്മൾ എന്ത് പ്രതീക്ഷയോ ഒരു മിനിമം കയറി നമുക്ക് ഈ പടത്തിൽ കിട്ടുമല്ലോ, അതിന്റെ 4 ഇരട്ടിയുണ്ട്. നസ്രിയ അവരെ കൺബാക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, വൺ മാൻ ഷോ തന്നെ. ഫസ്റ്റ് ഹാഫിന്റെ എത്രയോ ഇരട്ടിയാണ് സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും കാര്യങ്ങളും. ഒരു സീന് പോലും ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവല്. സൂപ്പറായിരുന്നു, നല്ല നല്ല ട്വിസ്റ്റ് ഉണ്ട്. സൂപ്പർ, എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കില്ല. ഫസ്റ്റ് ഒക്കെ ബോറടി ആയിരുന്നു, പിന്നെ സൂപ്പറായിരുന്നു, പിന്നെ ട്വിസ്റ്റ് കൊണ്ട് പെരുമഴയായിരുന്നു. നല്ല കോമ്പിനേഷൻ തന്നെ. കൊള്ളായിരുന്നു, പടം കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ട്. 4 വർഷത്തിനുള്ള ഒരു കംബാക്കും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ ഇരുത്തി കാണുന്ന ഒരു നല്ലൊരു മൂവി ആയിരുന്നു. കൊള്ളായിരുന്നു, നല്ല രസം. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു. ഭയങ്കര കോമഡി എന്ന് വിചാരിച്ച് ചെല്ലരുത്, ഒരു ഡിഫറെൻ്റ് ആണ്. സാധാരണ ബേസിലിനെ കാണുന്ന കണക്കല്ല ഇതിലുള്ളത്. അടിപൊളി പടം, ഒന്നും പറയില്ലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിയേറ്ററിൽ പിടിച്ചിരുത്തും. എൻ്റെ പൊന്നെ, ഇടയ്ക്ക് എന്തിനു പറ്റും, ഇനി എന്ത് സംഭവിക്കും അവസാനമായപ്പോൾ എല്ലാം കൂടെ വന്ന് അടിപൊളി. ബേസിലിന് അസുറയൊക്കെ ഒന്നും പറയില്ല. മ്യൂസിക്, ക്രിസ്റ്റോ സേവറിൻ്റെ മ്യൂസിക്, വാക്കുകളില്ല, അമ്മാതിരി സൂപ്പർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല. പടം ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പ്, കൺഫേം. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സിനിമ, അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഫിലിം. 2024 ഇറങ്ങിയ ഏറ്റവും വലിയ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ആ സീറ്റിൽ നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാനോ അല്ലെങ്കിൽ സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാനോ തോന്നുന്നില്ല. അത്രയ്ക്ക് മികച്ച ഒരു സിനിമയാണ്. പിന്നെ നസ്രിയയും ബേസിലും അവരങ്ങ് തകർത്ത് അഭിനയിച്ചൊക്കെയാണ്. പിന്നെ ഇതിലെ ഏറ്റവും ഹീറോ എന്ന് പറഞ്ഞാൽ ഇതിലെ തിരക്കഥയാണ്. അത്രയ്ക്ക് ഒരു പഴുതില്ലാത്തൊരു തിരക്കഥയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത്രയ്ക്ക് മികച്ച, എന്താ പറയുക, ഒരു നെഗറ്റീവും പറയാനില്ല. അത്ര ചന്തത്തിൽ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. മത്സരം ബേസിലാണ് രക്ഷയില്ലാത്ത അഭിനയം. ബേസിൽ നമുക്ക് വേറൊരു രൂപത്തിലാണ് ഈ സിനിമയെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ തിയേറ്ററിലിരുന്ന ഒരാൾക്കും ആ അവസാനം അങ്ങനെ ഒരു എൻഡിങ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഒരു ട്വിസ്റ്റാണ് ഈ സിനിമയുടെ അവസാനം. അത്രയ്ക്ക് ഒരു എന്താ പറയുക, അതിന് തിരക്കഥ എഴുതിയ ആളിനെ എത്ര അഭിനന്ദിച്ചാലും പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു ഫിലിമാണ്. മിക്കവാറും 2024 ഏറ്റവും അവസാനത്തെ സൂപ്പർ ഹിറ്റായി മാറാൻ സാധ്യതയുള്ള സിനിമയാണ് ഈ സിനിമ. സൂക്ഷ്മദർശൻ.